250 കൊല്ലം ജീവിച്ച സ്വഹാബിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. 250 എന്ന് ഞാൻ മാറി പറഞ്ഞതല്ല, 250 വയസ്സ് വരെ ജീവിച്ച സ്വഹാബിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അങ്ങ് പേർഷ്യയിലെ ഇസ്ഫഹാനിലെ ഗവർണറുടെ മകനായിരുന്നു. അവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഈസാ നബി അലൈഹിസ്സലാമിന്റെയും അനുയായികളെ കണ്ടുമുട്ടി കാലങ്ങളേറെ സഞ്ചരിച്ച മദീനയിൽ വന്ന് കാത്തുനിന്നു. മദീനയിലേക്ക് ഹബീബായ തങ്ങൾ വരുന്നത് കാത്തുനിന്ന മഹാനാണ് സൽമാനുൽ ഫാരിസി. സൽമാൻ തങ്ങൾ യഥാർത്ഥത്തിൽ മന്ത്രിയുടെ മോനാണ്, ഗവർണറുടെ മകനാ. പക്ഷേ ഇസ്ലാം സ്വീകരിച്ചു. അവസാനം ബന്ദിയായി മദീനത്ത് കൊണ്ടുവന്ന അടിമക്കമ്പോളത്തിൽ വിൽക്കപ്പെട്ടു. ഒരു ജൂതന്റെ വീട്ടിൽ അടിമയായി കഴിയുക. എന്തിനാ മദീനത്ത് വന്ന് നിൽക്കുന്നത്? ഹബീബായ തങ്ങൾ വാഗ്ദത്ത പ്രവാചകൻ വരും. എന്റെ മുൻകാലത്തെ ഗുരു, തൗറാത്ത് പഠിച്ച ഇഞ്ചീൽ പഠിച്ച ഗുരു എന്നോട് പറഞ്ഞു, ഇനി ആരും മോനെ ഇവിടെ നിനക്ക് മാർഗദർശനം നൽകാനില്ല. ഇനി ഒരു നബി വരാനുണ്ട്. ഈത്തപ്പഴം നിറഞ്ഞു നിൽക്കുന്ന യസ്രിബിന്റെ മണ്ണിലാ നബി വരും. അങ്ങനെ അവിടേക്ക് വന്ന് കാത്തുനിന്ന സൽമാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ജൂതന്റെ തോട്ടത്തിലെ ഈത്തപ്പനയിൽ മേലെ ഈത്തപ്പഴം പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താഴെ മുതലാളിയോടൊരാള് വന്ന് പറയുന്നു, മുഹമ്മദ് നബി എന്ന പ്രവാചകൻ മക്കയിൽ നിന്ന് വരുന്നുണ്ട്. പെട്ടെന്ന് ഈത്തപ്പനെ താഴെ ഇറങ്ങിയിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ പറഞ്ഞത്? പ്രവാചകൻ വരുന്നെന്നോ? അത് നീയൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, നീ പോയി പണി ചെയ്തോളൂ, ഞങ്ങൾ വേറെ കാര്യം പറഞ്ഞു. സൽമാൻ തങ്ങളുടെ മനസ്സിൽ അതിങ്ങനെ ഓർമ്മ വീണു. കുറെ ദിവസം നോക്കി, ഒന്ന് പോയി നോക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഒരു ദിവസം വൈകുന്നേരം പോയി നോക്കി. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിരിക്കുകയാണ്. തന്റെ മുൻഗാമിയായ ഗുരു പറഞ്ഞു കൊടുത്ത അടയാളങ്ങളുണ്ട്. ആ അടയാളം വെച്ച് പരീക്ഷിച്ചറിയേണ്ടതുണ്ട്, ഇത് നബിയാണോ? സൽമാൻ റളിയല്ലാഹു അൻഹു ആദ്യത്തെ ദിവസം ചെന്നിട്ട് ഒരു താലത്തിൽ കാരക്ക കൊണ്ട് ചെല്ലുകയാണ്. ചെന്നിട്ട് പറഞ്ഞു, ഇത് സ്വദഖയാണ്. മോനെ, ഞാൻ സ്വദഖ കഴിക്കൂല. തിരിച്ചു തന്റെ ഗുരു പറഞ്ഞ ഒരു അടയാളാണ്, പ്രവാചകൻ സദഖ കഴിക്കൂല. അപ്പൊ തിരിച്ചു വന്നു, ഒരടയാളം കിട്ടി, ശരിയാണ്. രണ്ടാമത്തെ ദിവസം ഒരു താലത്തിൽ കാരക്കയുമായി ചെന്നിട്ട് പറഞ്ഞു, ഇത് ഹദിയയാണ്, സമ്മാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുകയാണ്. സൽമാൻ തങ്ങൾക്ക് രണ്ടാമത്തെ അടയാളം ബോധ്യപ്പെട്ടു. ഇനി ഒരടയാളം കൂടി അറിയാനുണ്ട്. അല്ലയോ മോനെ സൽമാനെ, വാഗ്ദത്ത പ്രവാചകൻ മദീനയിൽ വരുമ്പോൾ നീ 3 കാര്യങ്ങൾ പരിശോധിക്കണം. മൂന്നാമത്തേത്, അവിടുത്തെ ചുമലിൽ പ്രവാചകത്വത്തിന്റെ മുദ്രയുണ്ടാകും. ജന്നത്തുൽ ബഖീന്റെ മുമ്പിൽ വെച്ചുകൊണ്ടാണെന്നൊരു നിവേദനത്തിൽ കാണാം. അല്ല, മസ്ജിദ് നബവിയുടെ പരിസരത്താണെന്ന് വേറെ ഒരു നിവേദനത്തിൽ കാണാം. സൽമാൻ തങ്ങൾ പോയി ഇങ്ങനെ വട്ടം ചുറ്റി നിൽക്കുക. ചുമലൊന്ന് നോക്കണല്ലോ. ചെന്നിങ്ങനെ കറങ്ങുമ്പോ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല ഖാത്തമുൻ നബുവത്ത് നോക്കാൻ വന്നാണോ? എന്നാ കണ്ടോളൂ എന്ന് കാണിച്ചു. 3 കാര്യങ്ങളും ബോധ്യപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹു അന്നൊരു ജൂതന്റെ അടിമയാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായി. പിന്നെയും അടിമത്വത്തിൽ കുറെ കാലം കഴിഞ്ഞു. ചരിത്രം മുഴുവനും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. പിന്നീട് ഹബീബായ തങ്ങൾക്ക് ഖന്തഖിന്റെ കിടങ്ങ് കീറാനുള്ള യുദ്ധശാസ്ത്രം പറഞ്ഞു കൊടുത്തിട്ട് യുദ്ധത്തിന് ലീഡ് ചെയ്തു. പിന്നീട് സൽമാൻ തങ്ങൾ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കാലത്ത് ഇസ്ഫഹാനിലേക്ക് പോയി. അതിനിടയിലാണ് കല്യാണം കഴിച്ചത്. ആ സൽമാൻ റളിയല്ലാഹു അൻഹു ഇസ്ഫഹാനിൽ ചെന്നപ്പോൾ 200 വയസ്സു കഴിഞ്ഞു. ഒരു വീടുണ്ടാക്കിയിട്ടില്ല. എല്ലാവരും ഒന്ന് പറഞ്ഞു, ഓ സൽമാൻ, ഒരു വീടുണ്ടാക്കണേ.
എല്ലാരും പറഞ്ഞു നിങ്ങൾ ഇനി ഇവിടെ ഖാൻഗാഹി താമസിച്ചാ പോരാ, ഇവിടെ മുസാഫർ ഖാനെ താമസിച്ചാ പോരാ, ഒരു വീടുണ്ടാക്കിക്കോളൂ. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ സൽമാൻ തങ്ങൾ ഞങ്ങൾ വീടുണ്ടാക്കാം, നിൽക്കുമ്പോൾ തല തട്ടണം, കിടക്കുമ്പോൾ കാലുമുട്ടണം, അത്രയുള്ള ഒരു വീട് മതി. അങ്ങനത്തെ ഒരു വീടുണ്ടാക്കി. ആ സൽമാനുൽ ഫാരിസി തങ്ങൾക്ക് പേടിയാണ്, ഞാൻ വീട് വലുതുണ്ടാക്കിയാൽ കണക്ക് പറയേണ്ടി വരുമോന്ന്. സൽമാൻ തങ്ങൾ പറഞ്ഞു, നിന്നാൽ തലമുട്ടുന്നതും കിടന്നാൽ കാൽമുട്ടുന്നതുമായ വീട് മതി. അങ്ങനെ മഹാനവറുകൾ ആ വീട്ടിൽ മരണശയ്യയിൽ കിടക്കുകയാണ്. ഒരു ബേജാറ് കാണുന്നു. എന്താ സൽമാനെ ബേജാറാകുന്നത്? ഈ സൽമാൻ തങ്ങൾ ഏതാണെന്നറിയുമോ? എല്ലാവരും നബി തങ്ങളോട് പറഞ്ഞു, വാപ്പാന്റെ പേരു ചേർത്ത് പറഞ്ഞു. അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, അബ്ദുല്ലാഹിബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു ഹുദാഫ, അബ്ദുല്ലാഹിബ്നു സുബൈർ, ഓരോരുത്തരും വാപ്പാന്റെ പേര് ചേർത്ത് പറയാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളുടെ വാപ്പന്റെ പേരെന്താ? സൽമാനുൽ ഇസ്ലാം. എന്റെ വാപ്പന്റെ പേര് ഇസ്ലാം എന്നാണ്. എന്റെ വാപ്പന്റെ പേര് ഇസ്ലാമാണ്, സൽമാനുൽ ഇസ്ലാം. സൽമാൻ ബിനുൽ ഇസ്ലാം എന്ന് പറഞ്ഞ സൽമാനുൽ ഫാരിസി തങ്ങൾ, എനിക്കെല്ലാം ഇസ്ലാമാണ്. പണ്ട് ഞാൻ ഇസ്ഫഹാനിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ വാപ്പ എവിടെയെന്ന് നോക്കിയില്ല, ഞാൻ കണ്ടത് എന്റെ വാപ്പ ഇസ്ലാമാണ്, എന്റെ ഉമ്മ ഇസ്ലാമാണ്, എല്ലാം ഇസ്ലാമായി കണ്ട സൽമാനുൽ ഫാരിസി തങ്ങൾ അതാ മരണശയ്യയോടടുത്ത നേരത്തൊരു ബേജാറ്. കൂട്ടുകാരൻ ചോദിച്ചു, എന്തിനാണ് ബേജാറാകുന്നത്? ഉടനെ അവിടുന്ന് പറയാണ്, ثم لتسألن يومئذ عن النعيم. അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അതിന് നിങ്ങൾക്ക് എന്താ ഉള്ളത്? ഈ കുടില് 2 തലേനുണ്ട് അവിടെ, ഒരു വിരിപ്പുണ്ട് അവിടെ, ഞാൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഇപ്പോ. അത് കേട്ട് വേദന തോന്നിയിട്ട് കൂട്ടുകാരനായ സ്വഹാബി എടുത്ത് ഹദിയ ചെയ്തു, ജനങ്ങൾ കൂടി. അപ്പൊ സൽമാൻ തങ്ങൾക്ക് സമാധാനായി. ആ സൽമാൻ ഫാരിസി തങ്ങൾ ഭാര്യയെ എടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, ഞാൻ കുറെ കാലമായി കൊണ്ടു നടക്കുന്ന ചെറിയൊരു പാത്രമുണ്ട്, ചെറിയൊരു ഡപ്പി, ചെറിയൊരു പാത്രം, അതിൽ കസ്തൂരിയുണ്ട്. അത് വെള്ളത്തിൽ കലർത്തിയിട്ട് ഞാൻ ഈ കിടക്കുന്നതിന്റെ പരിസരത്തൊക്കെ ഒന്ന് തളിക്കണം. എന്നിട്ട് മെല്ലെ ഡോർ അടച്ചിട്ട് പുറത്തേക്ക് നിന്നോ. അസ്സലാമു അലൈക്കും. സൽമാൻ റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞു കിടക്കുകയാണ്. ഭാര്യ പറയുന്നു, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉള്ളിൽ സംഭാഷണം കേൾക്കുന്നുണ്ട്. ആളെ കാണാനില്ല, സംഭാഷണമാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ സംഭാഷണമില്ല. ചെന്നു നോക്കിയപ്പോൾ ഹബീബായ തങ്ങളുടെ പുന്നാര സ്വഹാബിയായ സൽമാൻ തങ്ങൾ വഫാത്തായി കിടക്കുകയാണ്. അവരെ അവസാനം വരെ ആലോചിപ്പിച്ചത് ثم لتسألن يومئذ عن النعيم. അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യമുണ്ട്. അത് ഇന്റർനെറ്റ് എന്ന അനുഗ്രഹമായാലും, മൊബൈൽ എന്ന അനുഗ്രഹമായാലും, വൈഫൈ എന്ന അനുഗ്രഹമായാലും, സാറ്റലൈറ്റ് എന്ന അനുഗ്രഹമായാലും, ഏതേത് അനുഗ്രഹത്തെ കുറിച്ചും ചോദ്യമുണ്ട്. അത് നീ ദുരുപയോഗം ചെയ്തോ എന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് തെറ്റു ചെയ്തോ എന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് മോനെ, നിനക്ക് റബ്ബ് മൊബൈൽ നൽകിയത് അന്യ പെണ്ണിനോട് ചാറ്റ് ചെയ്യാനല്ല, വൃത്തികെട്ട സിനിമ കാണാനല്ല, അനാവശ്യങ്ങൾ ഷെയർ ചെയ്യാനല്ല. കമ്മ്യൂണിക്കേഷന്റെ റബ്ബ് തന്ന സംവിധാനമാണ്. അത് നീ വേണ്ടതിന് മാത്രം ഉപയോഗിക്കണം, വേണ്ടാത്തതിന് ഉപയോഗിക്കാൻ പാടില്ല. നിന്റെ ആയുസ് അതിൽ കൊല്ലാൻ പാടില്ല മോനെ. ടച്ച് സ്ക്രീനിൽ ജീവിതം കൊല്ലുന്ന ചെറുപ്പക്കാരാ, എന്റെയും നിന്റെയും ജീവിതം അതിന് കളയാനുള്ളതല്ല.